വൺ പ്ലസിന്റെ OnePlus 13 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 70,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 13 എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.82 ഇഞ്ചിന്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ക്വാഡ് HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞായിരിക്കും. മാക്സിമം ഇതിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഡോൾബി വിഷന്റെ സപ്പോർട്ടും 10-bit ഡിസ്പ്ലേയുടെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4500 നിറ്റ്സ് ആണ്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട്. ക്വാഡ് HD റെസൊല്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. ഫോണിന്റെ സൈഡിൽ ഒരു ബട്ടണാണ് ഇത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 210 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.5 mm ആണ്. പിന്നെ IP68, 69 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു IP റേറ്റിംഗും ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഫോണിന്റെ മിഡ് നൈറ്റ് ഓഷ്യൻ, ആർട്ടിക് ഡോൺ, അതുപോലെ തന്നെ ബ്ലാക്ക് എക്ലിപ്സ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8L8 എന്നുള്ള പ്രോസസർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 12 GB റാമും 256 GB ഇന്റേണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 24 GB റാമും 1 TB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. NFC സപ്പോർട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ VC കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 4 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യമാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സോണി LYT808 സെൻസറാണ്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. മൂന്നാമത് 50 മെഗാ പിക്സലിന്റെ f2.65 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇത് സോണി LYT600 സെൻസറാണ്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടില് 32 മെഗാ പിക്സലിന്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇത് സോണി IMX615 സെൻസറാണ്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 12 GB റാം വെർഷന്റെ വില വരുന്നത് 69,999 രൂപയാണ്. 16 GB റാം വെർഷന്റെ വില വരുന്നത് 76,999 രൂപയാണ്. 24 GB റാം വെർഷന്റെ വില വരുന്നത് 86,999 രൂപയാണ്. ജനുവരി 10 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ICICIയുടെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 5000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഉണ്ട്. ബെസ്റ്റ് പ്രോസസർ കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ തിരക്കില്ലാത്ത നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും IP69 റേറ്റിംഗും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം മികച്ച ഫീച്ചേഴ്സ് തന്നെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. വിലയും അത്യാവശ്യം ഉണ്ട്. 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോമ്പറ്റീഷനും കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള Vivo X200 വരുന്നുണ്ട്. അതുപോലെ തന്നെ Oppo Find X8 വരുന്നുണ്ട്. പിന്നെ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ iQOO 13 എന്നുള്ള സ്മാർട്ട് ഫോണൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ടെങ്കിലും കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ ഇതിൽ വിവോക്കൊക്കെ നല്ലൊരു ക്യാമറയെ പറ്റിയിട്ടുള്ള അഭിപ്രായമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചില ആൾക്കാരൊക്കെ OnePlusന്റെ ഒരു ഫോണിന് പകരം വിവോയുടെ ഒരു ഫോൺ എടുത്തേക്കാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പല ആൾക്കാരും സാംസങ്ങിന്റെ അല്ലെങ്കിൽ ഐഫോണിന്റെ ഒരു ഫോണായിരിക്കും പ്രിഫർ ചെയ്യുക എന്നുള്ളൊരു കാര്യവും ഉണ്ട്. അല്ലാത്തവർക്ക് വേറെയും ഓപ്ഷൻസ് OnePlus അല്ലാതെയും ഉണ്ട്. അപ്പോൾ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റ് ആണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.